നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ 5 വർഷം കൂടുമ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ നയപരിപാടികളും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത് ജീവനക്കാരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാന സർക്കാർ ജീവനക്കാരായാലും കേന്ദ്ര ജീവനക്കാരായാലും സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പെർമനൻ്റ് ഗവൺമെൻറ്റാണ് സർക്കാർ ജീവനക്കാരും അവരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളും. സർക്കാർ നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജനാധിപത്യ രീതിയിലുള്ള വോട്ടവകാശം വിനിയോഗിച്ച് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ മാറി മാറി വരാറുണ്ട്. നമ്മുടെ രാജ്യത്ത് ജനക്ഷേമകരമായ പ്രവർത്തനം സർക്കാർ ജീവനക്കാരിലൂടെയാണ് നടപ്പിലാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരള സംസ്ഥാന പിറവിക്ക് മുമ്പ് തന്നെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അഖില തിരുവിതാംകൂർ NGO അസോസിയേഷൻ, തിരുകൊച്ചി NGO ഫെഡറേഷൻ എന്നീ സംഘടനകൾ കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വന്നിരുന്നു. എന്നാൽ 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ജനാധിപത്യ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. അപ്പോൾ വ്യത്യസ്ത ആശയഗതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ജീവനക്കാരുടെ ഇടയിൽ ഒരു ഏകീകൃത സർവീസ് സംഘടന വരണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജീവനക്കാർക്കെതിരെ അന്നു മുതൽ തന്നെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ നമുക്കറിയാം, ഭാരതീയ മസ്ദൂർ സംഘം എന്ന ദേശീയതയിൽ അധിഷ്ഠിതമായ തൊഴിലാളി പ്രസ്ഥാനം 1955 നമ്മുടെ രാജ്യത്ത് രൂപീകൃതമായപ്പോൾ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 12 വർഷങ്ങൾക്ക് ശേഷം 1967 BMSൻ്റെ പ്രവർത്തനം കേരളത്തിൽ 67 കോഴിക്കോട് വെച്ച് ആരംഭിച്ചതിന് ശേഷം ജനജീവിതത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യൂണിയൻ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ വ്യത്യസ്ത ട്രേഡ് യൂണിയനുകൾ വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ രൂപീകരിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ ദേശീയത മുറുകെ പിടിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ജീവനക്കാരുടെ ഇടയിലും രാഷ്ട്രീയാതീതമായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സംഘടന സർക്കാർ ജീവനക്കാരുടെ ഇടയിലും ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1970 ഗവൺമെൻറ് എംപ്ലോയീസ് നാഷണൽ ഫോറം എന്ന പേരിൽ ഒരു സംഘടന ആരംഭം കുറിച്ചു. ആ സംഘടനയുടെ പ്രവർത്തനം വളരെ നാമമാത്രമായിട്ടായിരുന്നു ജീവനക്കാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തി വന്നത്. എന്നാൽ ക്രമാനുഗതമായിട്ട് ആ സംഘടന കേരളത്തിൽ ശക്തി പ്രാപിച്ചു. 1975 നമുക്കറിയാം, രാജ്യത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. പൗരാവകാശവും സംഘടനാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ സർവീസ് സംഘടനാ രംഗത്തുള്ള ഈ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ ജീവനക്കാരുടെ മനസ്സിൽ ഈ സംഘടന
ജീവസുറ്റ ഒരു സംഘടനയായിട്ട് നിലനിന്നിരുന്നു. 1977 രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ രാജ്യത്ത് സമ്പൂർണ്ണമായി തകർന്നടിയുകയാണ് ഉണ്ടായത്. 1977 പുതിയൊരു സർക്കാർ, ജനതാ സർക്കാർ എന്ന രീതിയിൽ ഉള്ള ഒരു ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1977 നവംബർ 27 എറണാകുളത്ത് വെച്ച് ഈ പറയുന്ന ഗവൺമെൻറ് എംപ്ലോയീസ് നാഷണൽ ഫോറത്തിൻ്റെ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ കേരള NGO സെൻറ്റർ എന്ന് നാമകരണം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ സംഘടന നിലവിൽ വന്നു. നമുക്കറിയാം, അന്ന് ജനതാ പാർട്ടിയിൽ ഭാരതീയ ജനസംഘവും അതുപോലെ സോഷ്യലിസ്റ്റുകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഒരു സംഘടന 1977 നിലവിൽ വന്നു. പക്ഷേ അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ടായിരുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തന്നെ നമുക്കറിയാം, സോഷ്യലിസ്റ്റ് പാർട്ടി ചിന്താഗതിക്കാരനായ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീമാൻ അരങ്ങിൽ ശ്രീധരനായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ആശയഗതിക്കാരായതുകൊണ്ട് തന്നെ നമുക്കറിയാം, ജനതാ ഗവൺമെൻറ്റിൻ്റെ തകർച്ചയും ജനതാ പാർട്ടിയുടെ തകർച്ചയും നമ്മുടെ രാജ്യത്തുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ ജനസംഘം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആശയം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടന ജനതാ പാർട്ടിയിൽ നിന്നും വേറിട്ട് പോവുകയും പ്രത്യേക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയൊക്കെ ഉണ്ടായി. ചരിത്രം അതാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ 1980 ജൂൺ മാസം 14 പാലക്കാട് വെച്ച് NGO സെൻറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ കൺവെൻഷൻ നടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. സർവീസ് സംഘടനാ രംഗത്ത് NGO സെൻറ്ററിൻ്റെ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് രാംകുമാർ ആയിരുന്നു. 1980 കേരള NGO സെൻറ്റർ എന്ന രീതിയിലാണ് നമ്മുടെ സംഘടന കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീടത് NGO സംഘ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി. ഇന്നിപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പോലീസ് സേനയും എല്ലാം കൂടി ചേർന്ന് ഏകദേശം 5.5 ലക്ഷത്തോളം ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ ഇടയിൽ ഇന്ന് ജീവനക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ, ആ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അത് പരിഹരിക്കാൻ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന സർവീസ് സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള NGO സംഘാണ്. നിരവധി സർവീസ് സംഘടനകൾ പിന്നീട് രൂപമെടുത്തു. നമുക്കറിയാം, ദേശീയ അധ്യാപക പരിഷത്ത്, നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ എന്ന സംഘടന അധ്യാപകരുടെ ഇടയിൽ വന്നു. ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ മേഖലയിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് വന്നു. യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ഫെഡറേഷൻ വന്നു. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ സംഘടനകൾ വന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രസ് വർക്കേഴ്സ് സംഘ് വന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ എന്ന നിലയിൽ പെൻഷൻ പറ്റിയ പെൻഷൻകാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വന്നു. ഇങ്ങനെ ഏകദേശം 13ഓളം സർവീസ് സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫെഡറേഷൻ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു.